ജെസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഫോർട്ട് കൊച്ചി 2ാം ഡിവിഷനിൽ ജല അതോറിറ്റി പൈപ്പിലൂടെ വരുന്നത് മലിനജലം. RD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി നാട്ടുകാർ. നഗരസഭ 2ാം ഡിവിഷനിൽ മാസങ്ങളായി വരുന്നത് മലിനജലമെന്ന പരാതി നിലനിൽക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യവും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ RD ഓഫീസിലെത്തി. മലിനജലം ലഭിക്കുന്നത് സംബന്ധിച്ച് പരാതി വാട്ടർ അതോറിറ്റിയെയും ആരോഗ്യവകുപ്പ് അധികൃതരെയും നാട്ടുകാർ അറിയിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളത്തിന്റെ സാമ്പിളുകൾ കൊണ്ടുപോയി പരിശോധന നടത്തി മാലിന്യം കലർന്ന ജലം രോഗസാധ്യതയുള്ള വെള്ളം തന്നെയാണെന്ന് ഉറപ്പുവരുത്തി വാട്ടർ അതോറിറ്റിയിൽ അറിയിക്കുകയുണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ വാട്ടർ അതോറിറ്റി അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ നിസ്സംഗത പുലർത്തുന്നുവെന്നാണ് പരാതി. ഇത് 2ാം ഡിവിഷനില്ല, ഫോർട്ട് കൊച്ചി 2ാം ഡിവിഷനില്ല, തുരുത്തി, കൽവത്തി, പിന്നെ കോഞ്ചേരി എന്നീ പ്രദേശങ്ങളിലെ ഒരു കൂട്ടം ആളുകൾ മാസങ്ങളോളമായി അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം RDOന്റെ മുന്നാകെ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാണ്ട് 5-6 മാസങ്ങളിലേറെയായി വെള്ളം ആവശ്യാനുസരണം നമുക്കിവിടെ ലഭിക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലഭിക്കുന്ന വെള്ളം മാലിന്യം നിറഞ്ഞ മലിനമായ വെള്ളമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പല ഘട്ടങ്ങളിൽ വാട്ടർ അതോറിറ്റിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും അവരെ മറ്റു രീതിയിലൊക്കെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആശാപ്രവർത്തനത്തിൻ്റെ ഓഡിറ്റിംഗ് യോഗം നടക്കുകയുണ്ടായി. ആ ഓഡിറ്റ് യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളിത് അറിയിച്ചു. ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ട് അവിടെ എല്ലാ ഏരിയകളിലും വന്ന് വെള്ളത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഈ വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കി ഇതിലെന്തുമാത്രം മാലിന്യങ്ങൾ മാലിന്യത്തിൻ്റെ തോത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് രോഗകാരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് അവർ പരിശോധിക്കുകയും അതിൽ ഗുരുതരമായ അണുബാധയും മാലിന്യവും കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം അവർ വാട്ടർ അതോറിറ്റിയെ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അവരിത് പരിഹരിക്കുന്നില്ല. ഇവർ 2 ഡിപ്പാർട്ട്മെൻറ്റുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി മാസങ്ങളായി ഈ പാവപ്പെട്ട ജനങ്ങളെ മലിനജലം കുടിപ്പിച്ചിങ്ങനെ രോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികളും ഇതിന് പരിഹാരം കണ്ടെത്തി ഈ ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ. മാലിന്യം കലർന്ന ജലം ലഭിക്കുന്നതുകൊണ്ട് സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടരുന്ന സാഹചര്യമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഒരാൾ ഇതിനകം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുകയും ചെയ്തു. നിരവധി ആളുകളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. മാസങ്ങളായി തുടരുന്ന ഈ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ RDO ഓഫീസിൽ പരാതിയുമായി എത്തിയത്. ഒരാഴ്ചക്കകം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയതായി CPI കൊച്ചി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK ഷിഫാസ് പറഞ്ഞു. കൊച്ചി നഗരസഭ 2ാം ഡിവിഷൻ നിവാസികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടറിന് പരാതി നൽകാനായിട്ട് നിരവധിയായിട്ട് അവർ ജനപ്രതിനിധിയോട് പരാതി പറഞ്ഞു. നമ്മുടെ പ്രദേശത്ത് മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ കൊണ്ടുപിടിച്ചിരിക്കുകയാണ്. മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രദേശവാസികളുടെ പലരുടെ വീട്ടിലും കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കരെ പകർച്ചവ്യാധികൾ ബുദ്ധിമുട്ടി അവർ സഹികെട്ടിട്ട്, അതായത് പൊതുപൈപ്പിൽ നിന്ന് വരുന്ന മലിനജലം ദുർഗന്ധം വമിക്കുന്ന ഒരു കുളിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവസ്ഥക്കെതിരെ അവർ പൊറുതി കെട്ടിട്ട് ജനകീയമായിട്ട് അവർ സ്ത്രീകൾ ഒന്നടങ്കം നമ്മുടെ ഈ RDO ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട്. വളരെ ദുരിതകരമായിട്ടുള്ള അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തോടിൽ നിന്നുള്ള മാലിന്യമാണ് കുടിവെള്ള പൈപ്പുകളിലൂടെ വരുന്നത്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ പ്രദേശവാസികൾക്ക് ഇന്ന് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.